children, welcome to my channel LKL Star Maths class. ഇന്ന് നമ്മൾ പേജ് 28 6th ആണ് കേട്ടോ. ഫസ്റ്റ് ചാപ്റ്റർ പേജ് നമ്പർ 28 അതിനകത്തുള്ള 6th ക്വസ്റ്റ്യൻ ആണ്. സോ ക്വസ്റ്റ്യൻ എന്ന് നോക്കി, ദ സം ഓഫ് ദ ഫസ്റ്റ് 5 ടേംസ് ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഇസ് 150 അല്ലേ. ആദ്യത്തെ 5 ടേംസിൻ്റെ സം എത്രയാണ്? 150 ആണ് തന്നിട്ടുള്ളത്. ആൻഡ് ദ സം ഓഫ് ദ ഫസ്റ്റ് 10 ടേംസ് ഈസ് 550. ഇനി 10 ടേംസ് ഫസ്റ്റ് 10 ടേംസിൻ്റെ സം എത്രയാണ്? 550 തന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ തന്നിട്ട് നമ്മളോട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ തേർഡ് ടേം ഓഫ് ദ സീക്വൻസ്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ 8th ടേം. തേർഡ് വൺ, വാട്ട് ആർ ദ ഫസ്റ്റ് 3 ടേംസ് ഓഫ് ദ സീക്വൻസ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തേർഡ് ടേം കണ്ടെത്തുക, 8th ടേമും കണ്ടെത്തുക. പിന്നെ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് 3 ടേംസും കൂടി നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കത് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്ന പ്രകാരം നമ്മൾക്ക് ആദ്യമേ തന്നെ എന്താ ചെയ്യേണ്ടത്? തേർഡ് ടേം നമുക്ക് നോക്കണം, പിന്നെ 8th ടേം നമുക്ക് കണ്ടെത്തണം. അപ്പോൾ ഇവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് 5 ടേംസ് ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് 150 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അറിയാത്തതുകൊണ്ട് നമുക്കത് ഇങ്ങനെ എഴുതാം, 3 4 5. അപ്പോൾ ഇത്രയും 5 ടേംസും കൂടി ആഡ് ചെയ്യുമ്പോൾ നമ്മൾക്ക് എത്രയാണ് കിട്ടുക? ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് 150 ആണ്. അപ്പോൾ ഇവിടെ ഞാൻ 150 എഴുതാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്പർ ഓഫ് ടേംസ് എങ്ങനെയാണ് തന്നിരിക്കുന്നതെന്ന് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളൊന്ന് നോക്കുക. 1 2 3 4 5 1 5 എന്ന് പറയുന്നത് എന്താണ്? അതൊരു ഓഡ് നമ്പറാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഈ മിഡിൽ ടേം കണ്ടെത്താലോ. അതായത് ഇത് പോയി, ഇത് പോയി, ഇതും പോയി, ഇതും പോയി. മിഡിൽ ടേം എന്ന് പറയുന്നത് ആരായിരിക്കും? ഇതായിരിക്കും. അപ്പോൾ ഈ മിഡിൽ ടേമിനെ കണ്ടെത്താനായിട്ട് നമ്മൾ എന്ത് കൊടുക്കുക? ഫസ്റ്റ് തന്നെ നമുക്ക് നമ്പർ ഓഫ് ടേംസ് കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്തെടുത്താൽ മതി. ഇതിൽ എത്ര ടേംസ് ഉണ്ട് അതിനെ 150നെ ആ ടേം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടുത്തെ ടേം കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കത് ചെയ്യാം. തന്നെ x3 ആണ് നമ്മളോട് ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള. x3 ആണ് അല്ലേ. തേർഡ് ടേം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടോ, വാട്ട് ഈസ് എ തേർഡ് ടേം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തേർഡ് ടേം എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ x1, ഇത് x2, ഇത് x3, x4, x5. അപ്പോൾ x3 കണ്ടെത്തുന്നത്, x3 എന്ന് പറയുന്നത് ആരാണ്? മിഡിൽ ടേം ആണ് അല്ലേ. മിഡിൽ ടേം ആണ് നമ്മുടെ x3 എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി? ഈ 150നെ നമ്പർ ഓഫ് ടേംസ് 5 ടേം ഉണ്ട്, സോ ഇതുകൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 3 5 15 അല്ലേ. സോ നമുക്ക് കിട്ടിയെന്താണ്? 30. അപ്പോൾ ഈ x3 ആണ് 30 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓക്കെ ആയാലോ. വാട്ട് ഈസ് എ തേർഡ് ടേം? അപ്പോൾ നമുക്കിവിടെ എന്തെഴുതാം? തേർഡ് ടേം THIRT, തേർഡ് ടേം TERM ഈക്വൽ ടു വാട്ട്? 30 കിട്ടി. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് പറഞ്ഞിട്ടുള്ളത് ഇത് കണ്ടോ, സം ഓഫ് 10 ടേംസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഫൈൻഡ് ദ സം ഓഫ് ദ 10 ടേംസ് ഈസ് സം ഓഫ് 10 ടേംസ് ഈസ് 550 എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 10 ടേംസ് ആണ് അല്ലേ. ഈ 10 ടേംസിൻ്റെ സമ്മാണ് 550. അപ്പോൾ നമുക്കിതുപോലെ എഴുതാം, 1 2 3 4 5 6 7 8 9 10. കണ്ടോ, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ സമ്മാണ് അവർ തന്നിട്ടുള്ള 550 എന്ന്. അപ്പോൾ 10 ടേംസ് ഉണ്ട്, നമുക്കറിയില്ല അല്ലേ 10 ടേംസ് ഏതൊക്കെയാണ്. നമുക്കിപ്പോൾ ആകെ കൂടെ ഇവിടെ നിന്ന് ഒരു മിഡിൽ ടേം, ഇവിടെ 30 നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വന്നാൽ എന്താ ചെയ്യുക? ഇതൊരു ഈവൻ നമ്പറാണ്. 10 ടേംസ് എന്ന് പറയുമ്പോൾ 10 എന്ന് പറഞ്ഞാൽ 5 + 5 എത്ര വരും? 10 വരുമല്ലോ. അപ്പോൾ അതൊരു ഈവൻ നമ്പർ അല്ലേ ഇത് വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ അത് ഇതാണ് x1 x2 x3, ഇതിന് എന്ത് കൊടുക്കാം? x4 x5 x6, അതുപോലെ തന്നെ x7 x8 x9 x10. ഇതിങ്ങനെയൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ എഴുതി തന്നത്. അപ്പോൾ ഇതുപോലൊരു 10 ടേമിൻ്റെ സമ്മാണ് 550 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും എങ്ങനെയാണ് ചെയ്യുന്നത്? ഓരോ പെയറായിട്ടല്ലേ അത്. ഈ x1 എന്ന് പറയുന്നതും ഈ x10 എന്ന് പറയുന്നതും ഒരു പെയറാക്കുക അല്ലേ. എപ്പോഴും എൻഡി കിടക്കുന്നത് ഒരു പെയറാക്കുക. അപ്പോൾ നമുക്കതെടുത്ത് എഴുതാമല്ലോ. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞുതരാം. നോക്കിയേ, പെയേഴ്സ് ആദ്യം എടുക്കാം. അതായത് ഇത് രണ്ടും കൂടെ ഒരു പെയറായി. എന്താ? x1ഉം ഈ x10 എന്ന് പറയുന്നത് ഒരു പെയർ കിട്ടി. കണ്ടോ, അടുത്തത് ഏതൊക്കെയാണ്? x2ഉം x9ഉം ആയിരിക്കും നെക്സ്റ്റ് പെയർ. സോ നമുക്ക് എഴുതാം x2ഉം x9ഉം ആണ് അടുത്ത പെയർ. അടുത്തത് ആരൊക്കെയാണ്? x3ഉം പിന്നെ x8ഉം. അപ്പോൾ x3ഉം x8ഉം കൂടി ഒരു പെയറായി. അടുത്തത് x4ഉം x7ഉം.
x4ഉം പിന്നെ എന്താണ് x7ഉം ഒരു പെയറായി. അടുത്തത് ആരൊക്കെയുള്ളത്? ഈ 5ഉം 6ഉം മാത്രമല്ലേ ഉള്ളൂ. സോ x5 പ്ലസ് x6 ഒരു പെയറായി. കണ്ടോ? അപ്പോൾ നമുക്ക് എത്ര പെയർസാണ് കിട്ടിയെന്ന് നോക്കിയാൽ 1 2 3 4 5. സോ ഇതിനകത്ത് ഈവൻ നമ്പറിലാണ് നമ്പർ ഓഫ് ടേംസ് വന്നാൽ നിങ്ങൾ പെയറായിട്ട് വേണം കൺസ്ട്രക്ട് ചെയ്ത് ചെയ്യാം. മുന്നത്തെ വീഡിയോയിലൊക്കെ ക്ലിയർ ആയിട്ട് അത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാനിങ്ങനെ വരച്ചൊക്കെയാണ് കാണിച്ചല്ലേ. ഏറ്റവും അറ്റത്ത് കിടക്കുന്ന രണ്ടും കൂടി ഒരു പെയറായി. കണ്ടോ? പിന്നെ അടുത്ത സെക്ഷനിലുള്ള ഇത് രണ്ടും കൂടി അടുത്ത പെയറായി. സോ സെക്കൻഡ് പെയർ. ഇനി അതുപോലെ തന്നെ ഇത് രണ്ടും കൂടി ഒരു പെയറായി. പിന്നെ 4ഉം 7ഉം കൂടി ഒരു പെയറായി. അതേപോലെ തന്നെ എന്താണ് 5ഉം 6. അങ്ങനെ നമുക്ക് 5 പെയർ കിട്ടിയിട്ടുണ്ടോ? 1 2 3 4 5 അങ്ങനെ 5 പെയർസാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇത് തമ്മിലുള്ള എന്താണെന്ന് നമുക്ക് കാണണം. എത്രയാണ് നമുക്കിത് തമ്മിൽ കിട്ടുന്നതെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? നമുക്ക് നമ്പർ ഓഫ് പെയർസ് എത്രയാണ്? 5. നമ്മളിവിടെ എന്താ ചെയ്തത്? നമ്പർ ഓഫ് ടേംസിനെ ഈ ടോട്ടൽ കൊണ്ടിട്ട് ഡിവൈഡ് ചെയ്ത്. അതുപോലെ ഇവിടെ എന്ത് ചെയ്യണം? ഈ ടോട്ടൽ എത്രയാണ്? 550 ആണ്. സോ ഈ 550നെ നമ്പർ ഓഫ് പെയർ ഉണ്ടെന്ന് ഡിവൈഡ് ചെയ്തെടുക്കുക. ചെയ്തു നോക്കാം. അതായത് 550 ആണ് ടോട്ടൽ. നമ്പർ ഓഫ് പെയേഴ്സ് വി ഗോട്ട് 5. സോ 5 കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്താൽ എത്രയാണ് കിട്ടുക? നമുക്ക് 110. കണ്ടോ? ഇതിൻ്റെ മീനിങ് എന്താണ്? ഈ രണ്ട് ടേമും കൂടെ കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? 110 കിട്ടും. അതുപോലെ ഈ ടേം തമ്മിൽ കൂട്ടിയാലോ? ഇവിടെയും കിട്ടും 110. കണ്ടോ? അങ്ങനെ ഓരോന്നിലും നമുക്ക് എന്താ കിട്ടുക? 110 ആയിരിക്കും നമുക്ക് കിട്ടുക. ഇത് മനസ്സിലായല്ലോ എന്താണെന്നുള്ളത്? അപ്പോൾ ഇതിപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് എഴുതിയെന്നുള്ളത് പറഞ്ഞു തരാം കേട്ടോ. അതായത് നമുക്ക് ഇനി ചെയ്യേണ്ടത് എന്താണ്? ഈ നമ്മളിപ്പം എന്താണ് നമ്മൾ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്ന കാര്യം തേർഡ് ടേം നമ്മൾ കണ്ടെത്തി 30 ആണ്. പക്ഷേ നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞേക്കുന്നത്? 8th ടേം കാണാൻ പറഞ്ഞിട്ടുണ്ട്. സോ 8th ടേം കാണാനുള്ള ഒരു വഴി, എളുപ്പ വഴിയാണ് ഈ പറയുന്നത് കേട്ടോ. അതെ, ഇവിടെയാണ് നമ്മുടെ ആര് വന്നിട്ടുള്ളത്? 8th ടേം വന്നിട്ടുള്ളത്. x3 നമ്മുടെ കയ്യിലുണ്ട്. നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് വെച്ചു. 30 കണ്ടുപിടിച്ച് വെച്ചു ഇല്ലേ? അപ്പോൾ നമുക്ക് x8 കാണാനായിട്ട് കണ്ടോ? അതായത് 8th ടേം ഓർ x8 എന്ന് നമുക്ക് പറയാം. നമ്മളിതിനെ കണ്ടെത്താൻ എന്താ ചെയ്യേണ്ടത്? നമുക്കിതൊന്ന് എടുത്ത് വെച്ചാൽ പോരെ ഇങ്ങോട്ടേക്ക്. കണ്ടോ? അതായത് ഇതിനെ എടുത്ത് എഴുതാം. ഏതാണ് ഇത് കേട്ടോ? അപ്പം x3 പ്ലസ് x8 ഈക്വൽ ടു 8 താഴെ എഴുതണേ. x8 ഈക്വൽ ടു 110 ആണ് നമുക്കറിയാം. ഇവിടെ x3 നമ്മളിവിടെ കണ്ടു വെച്ചിട്ടുണ്ട്. തേർഡ് ടേം 30 ആണ്. അപ്പോൾ x3യുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക? 30 എഴുതുക. x8 നമുക്ക് അറിയില്ല. സോ x8 അങ്ങനെ തന്നെ എഴുതുക. ദെൻ 110 എഴുതുക. ഇനി നമുക്ക് എന്തെടുക്കാം? x8നെ മാത്രം എടുക്കുക. ഈ 110 എഴുതണം. ഈ 30 ഇപ്പുറേക്ക് പോയപ്പോൾ എന്തായി മാറി? -30 ആയിട്ട് നമുക്ക് കിട്ടി. അപ്പോൾ x8 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും കിട്ടുക? 110 - 30 ചെയ്താൽ നമുക്ക് എത്ര കിട്ടി? 80 കിട്ടി. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മളോട് പറഞ്ഞ പ്രകാരം നമ്മൾ തേർഡ് ടേമും കണ്ടെത്തി. പിന്നെ എന്തും കണ്ടെത്തി? 8th ടേമും നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടെ എടുത്തെഴുതാം. x3 ഈക്വൽ ടു വാട്ട്? 30. ദെൻ x8 ഈക്വൽ ടു വാട്ട്? 80. കണ്ടോ? ഇത് രണ്ടും നമ്മൾ കണ്ടെത്തിയില്ലേ? ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമുക്കിവിടെ നിന്നിട്ട് പിന്നെ നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുള്ളതെന്ന് നോക്കിയാൽ വാട്ട് ആർ ദ ഫസ്റ്റ് 3 ടേംസ് ഓഫ് ദ സീക്വൻസ് എന്ന്. അപ്പോൾ ഇങ്ങനൊരു സീക്വൻസ് വന്നാൽ, അതായത് ഇതുപോലെ ഒരു സീക്വൻസ് വന്നാൽ ഇതിൽ ആദ്യത്തെ 3 ടേം എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്കത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ആദ്യം ആരെ കാണണം? ഡിഫറൻസ് കണ്ടെത്തണം. അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്? സോ നമുക്ക് ഡിഫറൻസ് കാണാം. ഡിഫറൻസ് കാണാനായിട്ടുള്ള ഫോർമുല എന്തായിരുന്നു? എഴുതി തരാം കേട്ടോ. അതുണ്ടോ? ഡിഫറൻസ് കാണാനുള്ള ഫോർമുല എന്തായിരുന്നു? നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് x8 ഉണ്ട്, പിന്നെ എന്തുണ്ട്? x3 ഉണ്ട്. സോ x8ൽ നിന്ന് x3 ആണ് നമ്മൾ റെഡ്യൂസ് ചെയ്യേണ്ടത് ബൈ 8 - 3. ഇതിൻ്റെ മീനിങ് എന്താണ്? അറിയാത്ത കുട്ടികൾക്ക് ഒന്നുകൂടി പറയണം. ഇത് എന്താണിത്? ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ഇനിയും ഇതറിയില്ലെങ്കിൽ ഇതിനൊന്നുകൂടി പറയുന്നത് ടേം ഡിഫറൻസ് ആണ്. 8th ടേം നമുക്ക് കിട്ടി, തേർഡ് ടേമും നമുക്ക് കിട്ടി. ആ നമ്പേഴ്സാണ് ഇവിടെ എഴുതേണ്ടത്. പൊസിഷൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ 8th ടേം നമുക്ക് കിട്ടിയത് 80 ആയിരുന്നു അല്ലേ? ആ 80 എത്രാമത്തെ നമ്പറാണ്? 8ാമത്തെ നമ്പറായിരുന്നു. ഇനി തേർഡ് നമ്പർ നമുക്ക് 30 ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് 3ാമത്തെ നമ്പറായിരുന്നു. അതാണ് പൊസിഷൻ ഡിഫറൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കിത് എഴുതിയില്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇനി d ഈക്വൽ ടു x8 നമുക്ക് കിട്ടിയത് എത്രയായിരുന്നു? 80 ആണ്. x3 കിട്ടിയത് എത്രയായിരുന്നു? 30 ആയിരുന്നു. ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്താൽ നമുക്ക് എന്തായിരിക്കും കിട്ടുക? 5 കിട്ടും. ഓക്കെ ആണല്ലോ? ഇനിയോ ഇത് തമ്മിൽ സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക്
50 കിട്ടി. 50/5 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? ഡിഫറൻസ് ദേ കിട്ടി. കണ്ടോ? ഡിഫറൻസ് എത്രയാണ്? 10 ആണ്. ഇനി ഇതുകൊണ്ട് നമുക്ക് എഴുതിക്കൂടെ? നമ്മുടെ എന്ത് എഴുതണം? അരിത്തമെറ്റിക് സീക്വൻസ്, അതായത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് എഴുതണം. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള നമുക്കിവിടെ കിട്ടിയതിൽ ഞാനൊന്നുകൂടി എഴുതട്ടെ. നമുക്ക് ഇതുണ്ടായിരുന്നില്ല, നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ ഉണ്ടായ തേർഡ് ടേം നമ്മൾ കണ്ടെത്തി 30 ആയിരുന്നു. പിന്നെ ഇപ്പുറത്തേക്കൊന്നും നമുക്ക് കണ്ടെത്തിയിട്ടില്ല. 1 2 3 4 5 6 7 8 നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. 8th ടേം എത്രയായിരുന്നു നമുക്ക് കിട്ടിയത്? 80 ആയിരുന്നു നമുക്ക് കിട്ടിയത്. കണ്ടോ? അപ്പോൾ നമുക്കിപ്പോൾ ഡിഫറൻസ് നമ്മൾ കണ്ടെത്തിയതിന് ഡിഫറൻസ് എന്ത് ചെയ്യണം? ഇതിൻ്റെ കൂടെ ഇങ്ങോട്ട് കൂട്ടി വിടുക, ഇവിടെ നിങ്ങോട്ട് കുറച്ചും വിടുക. അപ്പോൾ 30യുടെ കൂടെ ഈ ഡിഫറൻസ് ആഡ് ചെയ്ത് എത്ര കിട്ടും? ഇവിടെ 40. 40യുടെ വീണ്ടും ഡിഫറൻസ് ആഡ് ചെയ്താൽ 50. 50യുടെ വീണ്ടും ആഡ് ചെയ്താൽ എത്രയാണ്? 60. 60യുടെ 10 ആഡ് ചെയ്താൽ 70. ഇപ്പോൾ ഇപ്പുറത്തേക്കുള്ളതായി. ഇനി മിഡിൽ ടേമിൻ്റെ ഇപ്പുറത്തോട്ട് പോകുന്നതോറും എന്ത് ചെയ്യണം? ഇത് കുറയ്ക്കണം അല്ലേ? ഡിഫറൻസ് കുറയ്ക്കണം. അപ്പോൾ ഇതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്ത് എത്ര കിട്ടുക? 20. 20ൽ നിന്ന് 10 സബ്ട്രാക്ട് ചെയ്ത് എത്ര കിട്ടുക? 10. അപ്പോൾ മനസ്സിലായല്ലേ? കണ്ടോ? നമുക്ക് കറക്റ്റ് അല്ലേ നമുക്ക് കിട്ടിയ ആൻസേഴ്സ്? ഓക്കെ ആണല്ലോ? ഓക്കെ, താങ്ക് യു.